ഫോബിയാസ് എല്ലാ ആളുകൾക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഭയം അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഭയം വളരെ സ്വാഭാവികമായ ഒരു മാനസികാവസ്ഥയാണ്. പക്ഷേ അനിയന്ത്രിതവും അകാരണവുമായി ഒരു വസ്തുവിനോടോ ഒരു സാഹചര്യത്തോടോ അല്ലെങ്കിൽ ഒരാളോടോ ഒക്കെ തോന്നുന്ന ഭയം, അതിനെ പറയുന്ന പേരാണ് ഫോബിയ. അകാരണമായ ഭീതി, യുക്തിരഹിതമായ ഭയം എന്നിങ്ങനെയൊക്കെ നമുക്ക് ഫോബിയയെ ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് മൊഴി മാറ്റി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതൊക്കെയാണ് മലയാളത്തിൽ ഇതിന് സമാനമായ പദങ്ങൾ. ഒരു പ്രത്യേക സാഹചര്യത്തോടോ വസ്തുവിനോടോ പ്രവൃത്തിയോടോ ഉള്ള അനിയന്ത്രിതവും യുക്തിരഹിതവും നിലനിൽക്കുന്നതുമായുള്ള ഭയമാണ് ഫോബിയ. ഇത് വളരെ തീവ്രമായ ഒരു അവസ്ഥയാണ്. അതായത് ഒരു തീവ്രമായ ഭയമായിരിക്കും ഫോബിയ ഉള്ള ആളുകൾക്ക് അനുഭവപ്പെടുക എന്ന് സാരം. മനുഷ്യരിൽ 25% ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലേക്കുള്ള ഫോബിയ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അപകടകരമായ അവസ്ഥയിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ശരീരം പ്രതിപ്രവർത്തിക്കുന്ന ഒരു രീതി കൂടിയാണ് ഈ ഭയം എന്ന് പറയുന്നത്. അത് വളരെ സ്വാഭാവികമാണ്. പക്ഷെ ഈ ഫോബിയ ഉള്ള ആളുകൾക്ക് ഈ ഭയം എന്ന് പറയുന്നത് അകാരണമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് നോർമലായി അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതാവുകയും അവരുടെ ശരീരം ആസകലം തളർന്നു പോകുന്ന പോലെയും അവർക്കൊരു ആൻസൈറ്റി പ്രോബ്ലം വരികയും ഒക്കെയാണ് ചെയ്യുക. എന്നിട്ട് അവർക്ക് ആ സാഹചര്യത്തിനനുസരിച്ച് ഒരിക്കലും പ്രതിപ്രവർത്തിക്കാൻ പറ്റാതായി പോകുന്നു. കാരണം ഈ ഭയം എന്നത് വളരെ അനിയന്ത്രിതവും അകാരണവുമായിരിക്കും. അവർക്കത് ഒരു തരത്തിലും മാനേജ് ചെയ്യാൻ പറ്റാതായി പോകും. അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിനോട് അവർക്ക് യുക്തിഭദ്രമായി പ്രതികരിക്കാൻ പറ്റാതായി പോവുകയും ചെയ്യുന്നു. 100 കണക്കിന് തരം ഫോബിയാസ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം അഗറോഫോബിയ, സോഷ്യൽ ഫോബിയ, സ്പെസിഫിക് ഫോബിയ എന്നീ 3 വർഗീകരണത്തിന്റെ അകത്ത് കൊണ്ടുവന്ന് മാനേജ് ചെയ്യുന്ന തരം രീതിയാണ് മോഡേൺ സൈക്കാട്രി അല്ലെങ്കിൽ സൈക്കോളജി ഒക്കെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ ഫോബിയ ലഘു മനോരോഗങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. അതായത് ന്യൂറോട്ടിക് റിയാക്ഷൻ ടൈപ്പ്. ഓക്കെ, അപ്പൊ ഈ ഫോബിയ ഫലപ്രദമായി മാനേജ് ചെയ്യുന്ന രീതികളൊക്കെ ഇന്നുണ്ട്. അപ്പൊ നമുക്ക് രസകരമായ കുറച്ച് ഫോബിയാസിനെ പരിചയപ്പെടാം. ഇപ്പൊ നമുക്ക് നമ്മളുടെ പ്രണയവും സ്നേഹവും ഇഷ്ടവും കരുതലും ഒക്കെ നമുക്ക് നമ്മളുടെ മൊബൈൽ ഫോണിനോടാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് വേറെ എന്തും. അപ്പം മൊബൈൽ ഫോൺ കയ്യിലില്ലാതായി പോകുന്ന ഒരു അവസ്ഥയെ കുറിച്ചുള്ള അകാരണമായ ഭയത്തെ പറയുന്ന പേരെന്താണെന്ന് അറിയോ? നോമോഫോബിയ. ഫിയർ ഓഫ് ബീയിങ് വിതൗട്ട് യുവർ മൊബൈൽ ഫോൺ. അതിനെയാണ് നോമോഫോബിയ എന്ന് പറയുക. ഫിലോഫോബിയ. ഫിയർ ഓഫ് ഫാളിങ് ഇൻ ലവ്. പ്രണയബന്ധത്തിൽ വീണുപോകുമോ എന്ന ഭയം. അതിനെയാണ് ഫിലോഫോബിയ എന്ന് പറയുക. മെനോഫോബിയ ഓർ ഓട്ടോഫോബിയ. ഫിയർ ഓഫ് ബീയിങ് എലോൺ. തനിച്ചായി പോകുമോ അല്ലെങ്കിൽ തനിച്ചായിരിക്കുമോ എന്നൊക്കെയുള്ള ഭയത്തെ പറയുന്ന പേരാണ് മെനോഫോബിയ. ഗാമോഫോബിയ. ഫിയർ ഓഫ് മാരേജ്. കല്യാണത്തിനെ അകാരണമായി ഭയക്കുന്ന അവസ്ഥയാണ് ഗാമോഫോബിയ. മസ്റ്റിഗോഫോബിയ. ഫിയർ ഓഫ് പണിഷ്മെന്റ്. ശിക്ഷകളെ അകാരണമായി ഭയക്കുന്ന അവസ്ഥയാണ് മസ്റ്റിഗോഫോബിയ. ഡെമോഫോബിയ ഓർ ഒക്ലോഫോബിയ. ഫിയർ ഓഫ് ക്രൗഡ്. ജനക്കൂട്ടത്തെ അകാരണമായി ഭയക്കുന്ന അവസ്ഥയാണ് ഡെമോഫോബിയ. ചിയറോഫോബിയ. ഫിയർ ഓഫ് ഹാപ്പിനെസ്. സന്തോഷം എന്ന വികാരത്തെ തന്നെ ഭയക്കുന്ന അവസ്ഥയാണ് ചിയറോഫോബിയ. അതിനോട് അകാരണമായ ഭയം, സന്തോഷത്തിനോട് തോന്നുന്ന അവസ്ഥ. ഫാസ്മോഫോബിയ. ഫിയർ ഓഫ് ഗോസ്റ്റ്. പ്രേതങ്ങളോടുള്ള അകാരണമായ ഭയമാണ് ഫാസ്മോഫോബിയ എന്നറിയപ്പെടുന്നത്. ഇനി വികാരങ്ങളോട്, എല്ലാത്തരം വികാരങ്ങളോട് അകാരണമായ ഭയം തോന്നുന്ന അവസ്ഥയിൽ പറയുന്ന പേരെന്താണെന്ന് അറിയും? അനിമേറ്റോഫോബിയ. എല്ലാത്തരം വികാരങ്ങളോടും അകാരണമായ ഭയം തോന്നുന്ന അവസ്ഥയാണ് അനിമേറ്റോഫോബിയ എന്ന ഫിയർ ഓഫ് ഇമോഷൻസ്. ഇത്രയും ഫോബിയസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ.